ഹലോ, ഞാനിന്നൊരു നാടൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ കോഴിക്കറി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എപ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്താൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ഒരു നാടൻ കറി തന്നെ ആകുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ 4 സവാള അരിഞ്ഞെടുത്തതാണ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് 1 കിലോ ചിക്കൻ്റെ കണക്കാണ്. ഞാനിവിടെ 4 സവാള എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ സവാളയല്ല, വലിയ സവാളയാണെങ്കിൽ 3 എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇടത്തരത്തിലുള്ള 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് വരാം. ഇതേണ്ടോ, നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സവാളയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കാവൂ, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് വീണ്ടും നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, കാരണം ഇത് ചേർക്കുമ്പോഴേക്കും പെട്ടെന്ന് വഴറ്റി കിട്ടും നമുക്ക്. ഇനി വീണ്ടും നമുക്കെല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ മൂടി വെച്ചിട്ട് ആ ചൂട് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടില്ല. ഒരു 2 പ്രാവശ്യം നമുക്കിങ്ങനെ അടച്ച് വെച്ച് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. വീണ്ടും നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും ഞാൻ മൂടി വെച്ചിട്ട് വീണ്ടും ഞാനൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഒരുപാട് എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം മഞ്ഞൾപ്പൊടിയൊന്നും ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, അത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടതൊന്ന് വെന്ത് നല്ല രീതിയിൽ വരണം. എന്നാൽ മാത്രമേ അത് നല്ല കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് സ്കിപ്പായി പോയതാണ്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് 1 കിലോ ചിക്കൻ്റെ കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉടനെ വെള്ളമൊന്നും എടുത്ത് ഒഴിച്ച് കളയരുത്. നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കണം, കാരണം എല്ലാത്തിലും നമുക്ക് ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ എല്ലാ ടേസ്റ്റും ഇറങ്ങണം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം, കാരണം ഇതേ കണ്ടില്ലേ, നന്നായിട്ടതിൽ മസാല പിടിക്കണം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ഇപ്പോൾ ഉടനെ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇനി നമുക്ക് മൂടി വെച്ച് ഒന്ന് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കണം. ഇതേ നന്നായിട്ടൊന്ന് അതൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്, കാരണം അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നുണ്ടല്ലോ. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കളറിന് ഒരു കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ഓരോ വശങ്ങളിലോട്ട് മാറ്റിയിട്ട് നമുക്കതിലോട്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. കണ്ട് അതിൽ നിന്ന് വെള്ളം തന്നെ ഇറങ്ങുന്നുണ്ട്. ഇനി 1 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിക്കാവൂ. തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എടുത്തില്ല, അതിന് മുമ്പേ തന്നെ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ടൊമാറ്റോയുടെയോ മല്ലിയിലയുടെയോ ഒരു ആവശ്യമില്ല, ഇതൊന്നും ചേർത്തിട്ടില്ല. ഇനി ഞാൻ അവസാനമായിട്ട് ചേർക്കുന്നത് പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഇല ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തതാണ്, അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നെച്ചോറിൻ്റെ കൂടെയോ പെറോട്ടയോ അപ്പോൾ ഏതിൻ്റെ കൂടെ വേണം കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.